പിന്നെ അതിൻ്റെ ഇത് ചെക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ കുറേ ഫ്ലിപ്കാർട്ടിലൊക്കെ പേ ലേറ്റർ ഇല്ലേ, അത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ ബാങ്കായിട്ട് ലിങ്ക് ആയിട്ടുള്ള. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 30 days 30 ഫൈനാൻസ് കണ്ടൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ സിബിൽ സ്കോറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു റിപ്പോർട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്കൊരു പോയിന്റ് പോലെ മിസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ എനിക്ക് അറിയുന്ന സംഭവങ്ങളും നെറ്റിൽ നിന്നുള്ള സംഭവങ്ങളും എല്ലായിടത്തു നിന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്താണ്. അപ്പോൾ അത് ഈ ഒരു വീഡിയോ കണ്ടത് എന്താണെന്നും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് തന്നെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പറാണ്. ഒരു 300 തൊട്ട് 900 വരെ റേഞ്ച് ചെയ്യുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നല്ലതാണ് നമുക്ക്. അതായത് ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനും ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനും എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു നമ്പർ, എന്താ പറയുക, നമ്പറല്ല, അതിൻ്റെ നമ്പർ അനുസരിച്ച് എത്രത്തോളം നല്ലതാണെന്നുള്ള സംഭവം ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. 300 തൊട്ട് 579 വരെയാണെങ്കിൽ പോവാതാണ്, ഒരു കാര്യമില്ല. 580 തൊട്ട് 669 വരെയാണെങ്കിൽ ഫയറാണ്, അതും വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. 670 തൊട്ട് 739 വരെയാണെങ്കിൽ ഗുഡാണ്, അത്യാവശ്യം നല്ലതാണെന്ന് വേണമെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയാം. 740 തൊട്ട് 799 വരെ വെരി ഗുഡാണ്. ആ റേഞ്ചായി അത്യാവശ്യം വലിയ കുഴപ്പമില്ല വെരി ഗുഡ് ആകുമ്പോൾ. 740 അല്ലെങ്കിൽ 750 മുകളിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് ക്രെഡിറ്റ് കാർഡുകളൊക്കെ അപ്രൂവ് ആയി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലോണൊക്കെ അപ്ലൈ ചെയ്താൽ മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. 750 60 ആ റേഞ്ചൊക്കെ ആണെങ്കിൽ. പിന്നെയുള്ള 800 ടു 850 അല്ലെങ്കിൽ 900 എക്സലൻ്റ് ആണ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആൾക്കാർക്ക് അത്ര സിവിൽ സ്കോർ ഉണ്ടാവുള്ളൂ. അതായത് 800 ടു 900 എന്നൊക്കെ പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് സിബിൽ എന്ന് പറഞ്ഞത് നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടുന്ന ഒരു നമ്പറാണ്. അതായത് നമ്മുടെ എല്ലാ ബാങ്കുകളിലത്തെയും ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ടോ, ഏതൊക്കെ ബാങ്കിൽ നമ്മൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ റിലേറ്റഡ് ആയിട്ട് അതൊക്കെ ഫുള്ള് നോക്കിയതിന് ശേഷം നമുക്ക് അപ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്രൂവ് ചെയ്തിരുന്ന സ്കോറാണിത്. നമ്മുടെ സിബിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, സിബിൽ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് അപ്രൂവ് ചെയ്തിരുന്ന സംഭവമാണ്. അതായത് നമുക്ക് എവിടെയൊക്കെ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ തുടങ്ങി അപ്പോൾ സിബിൽ സ്കോർ വന്നിട്ട് വേറെ ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഇന്ത്യയിലുള്ള നമ്മൾ ചെയ്യുന്ന ബാങ്കിൻ്റെ എല്ലാ അക്കൗണ്ടുകളും ഈ സിബിലായിട്ട് ലിങ്കാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ ട്രാൻസാക്ഷൻ നടത്തിയാലും, എവിടെ ലോൺ എടുത്താലും, എവിടെ റീപേയ്മെൻറ്റ്, അതായത് നമ്മൾ തിരിച്ചടച്ചില്ല മുടങ്ങിയാലും, അങ്ങനെ ഫുൾ സംഭവങ്ങളുടെ ഡീറ്റെയിൽ നമുക്ക് സിബിലിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാവരുടെയും ഡീറ്റെയിൽസ് അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഈ സിബിൽ നമ്പർ, അതായത് സിബിൽ സ്കോർ എന്ന് പറഞ്ഞ ഈ നമ്പർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനാണ് ഫിക്സ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് നോക്കിയാൽ ബാങ്കുകൾക്ക് അറിയാമല്ലോ ഈസി ആയിട്ട്. അതായത് നല്ല സിബിൽ സ്കോറുള്ള ആൾക്കാരാണെങ്കിൽ ലോൺ എടുത്താൽ പെട്ടെന്ന് തിരിച്ചടയ്ക്കും, അവർ അടയ്ക്കാണ്ടിരിക്കില്ല, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സ്കോർ നോക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ ലോൺ തിരിച്ചടച്ചില്ലേ, ഇതുവരെ എടുത്ത അവരുടെ ട്രാൻസാക്ഷനുകളൊക്കെ തിരിച്ചടച്ചിട്ടുണ്ടോ, അവർ പണ്ട് കുറേ അടയ്ക്കാണ്ട് കിടന്നിട്ടുണ്ടോ, കുറേ ബാലൻസ് ഉണ്ടോ എന്നൊക്കെ ഈ ഒരു സിബിൽ നമ്പർ നോക്കി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് സിബിൽ സ്കോറിന് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ, അതായത് ലോൺ പെട്ടെന്ന് അപ്രൂവ് ആയി കിട്ടണം, ക്രെഡിറ്റ് കാർഡ് പെട്ടെന്ന് അപ്രൂവ് ആയി കിട്ടണമൊക്കെ എല്ലാത്തിനും നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി, അതായത് നമ്മൾ മുമ്പ് കൊടുത്ത എന്താ പറയുക, മുമ്പ് വല്ല ലോൺ എടുക്കുക, മെയിനായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ബേസിലാണ് കുറേയൊക്കെ ഇപ്പോൾ ഈ ഇടയായിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഉണ്ട്. അതായത് നമ്മുടെ സിബിൽ സ്കോർ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡായിട്ടാണ് മെയിനായിട്ട് ലിങ്കായിട്ട് വരുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡും ലോണും, അതായത് നമ്മൾ ലോൺ അപ്ലൈയിൽ എടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ ഏതെങ്കിലും ഒരു ലോൺ, അതിൻ്റെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട സമയത്ത് പൈസ ഒന്നും അടച്ചിട്ടില്ല എന്ന് വയ്ക്കുക. ഇപ്പോൾ ഒരു ഡേറ്റ് ഉണ്ട് പൈസ അടയ്ക്കേണ്ട, ആ ഡേറ്റിൽ നമ്മൾ പൈസ അടച്ചിട്ടില്ല, അപ്പോൾ അത് ആ ഒരു ലേറ്റ് പേയ്മെൻ്റ് ആയിട്ട്, അതായത് വൈകി അടച്ച ആ ഒരു ഇതായിട്ട് അവിടെ കിടക്കും. അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ കുറയും. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന് കാശെടുത്തു, കൃത്യം ഡേറ്റിൽ അടച്ചില്ല, ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് അടച്ചത്, അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ കുറയും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് മെയിനായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് വല്ല എഡ്യൂക്കേഷൻ ലോണോ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ കുറേ ഫ്ലിപ്കാർട്ടിലൊക്കെ പേ ലേറ്റർ ഇല്ലേ, അത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ ബാങ്കായിട്ട് ലിങ്ക് ആയിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പൈസ അടയ്ക്കേണ്ടത് ഡേറ്റ് കഴിഞ്ഞിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സംഭവം എഫക്റ്റ് ആവും. സിബിൽ സ്കോർ എന്ന് പറയുന്ന സംഭവം എഫക്റ്റ് ആവാറുണ്ട്. പേ ലേറ്ററിൽ കുറേ പേര് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സിബിൽ സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇത് ഇനി ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ മനസ്സിലായല്ലോ, ഇൻക്രീസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതായത് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി.
ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലോൺ തിരിച്ചടയ്ക്കുക. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് എടുത്തത് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുക. പിന്നെ പെട്ടെന്ന് കുറേ അക്കൗണ്ടുകൾ തുടങ്ങുന്നത് ഈ സിബിൽ സ്കോറിനെ ബാധിക്കും. അതായത് നമ്മൾ പെട്ടെന്ന് കുറേ ബാങ്കിൽ ഇതിലൊക്കെ അക്കൗണ്ട് തുടങ്ങിയാൽ നമ്മുടെ സിബിൽ നമ്മളെ ചെക്ക് ചെയ്യും. അതായത് സിബിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കുറേ റിപ്പോർട്ടുകൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സിബിൽ സ്കോർ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇത് ചെക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിലൊക്കെ ഈസിയായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേയിൽ നമ്മുടെ ഞാൻ വേണമെങ്കിൽ കൊണ്ട് സൈഡിൽ കാണിച്ച ട്രാൻസാക്ഷൻ ചെയ്യുന്ന, അതായത് നമ്മുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് ചെക്ക് സിബിൽ സ്കോർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകും. അപ്പോൾ അതെടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പർ അല്ല പാൻ കാർഡിൻ്റെ നമ്പർ അങ്ങനെ പേര് അങ്ങനെ ജസ്റ്റ് ചോദിക്കുള്ളൂ. അത് ജസ്റ്റ് കണ്ടിന്യൂ അടിച്ചു കൊടുത്താൽ അപ്പം നമുക്ക് ഈസി ആയിട്ട് സിബിൽ സ്കോർ നമ്പർ കിട്ടും, സിബിൽ നമ്പർ കിട്ടും. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സിബിൽ സ്കോറൊക്കെ അറിയാൻ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം പേയ്മെൻറ്റ് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് കൂട്ടിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതായത് ഇപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്തു, നാളെ സിബിൽ സ്കോർ കൂടുക അങ്ങനെയല്ല, കുറച്ച് ടൈം എടുക്കും. കുറച്ച് പേയ്മെൻറ്റുകളൊക്കെ അവർ അനലൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൊടുക്കേണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ സിബിൽ സ്കോർ കൂടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സിബിൽ സ്കോറിനെ കുറച്ച് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ടായെന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ദിവസങ്ങളിൽ ഫൈനാൻസ് കണ്ടൻറ്റ് മാത്രമായിരിക്കും 30 Day 30 ഫൈനാൻസ് കണ്ടൻറ്റിൻ്റെ സീരീസാണ്. അപ്പോൾ അത്ര ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ വിളിക്കുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയപ്പെടുത്താം. അപ്പോൾ വീഡിയോ കാണുന്ന അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.